നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്നുള്ളത് ടാറ്റ മോട്ടോഴ്സിന്റെ കൊമേഴ്ഷ്യൽ ഡീലർഷിപ്പ് ആയിട്ടുള്ള പോപ്പുലർ മെഗാ മോട്ടോഴ്സിലാണ്. നമ്മുടെ കല്ലുന്താഴം ജംഗ്ഷനിലുള്ള ഡീലർഷിപ്പിലാണ് ഞാനിന്നുള്ളത്. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ 2005 വർഷം മുതൽ ഈ ദിവസം വരെ, ഈ നിമിഷം വരെ ഏറ്റവും കൂടുതൽ ജനപ്രീതി ആകർഷിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ കൊമേഴ്ഷ്യൽ സെഗ്മെന്റിൽ യൂണിറ്റ് വിറ്റ് പോയിട്ടുള്ള ഒരു മോഡലിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആ മോഡലിലെ പുതിയ വേരിയന്റിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എന്റെ പുറകുവശത്ത് കണ്ടാൽ അറിയാം ഏത് വാഹനമാണെന്നുള്ളത്. നമ്മുടെ ടാറ്റ എയ്സിന്റെ, നമ്മുടെ ടാറ്റയുടെ കുട്ടിക്കൊമ്പൻ എന്ന് വിശേഷിപ്പിക്കുന്ന ടാറ്റ എയ്സിന്റെ CX പെട്രോൾ മോഡലാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന്റെ റിവ്യൂസും സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, ഇതാണ് നമ്മളുടെ ടാറ്റയുടെ എയ്സിന്റെ പുതിയ ഗോൾഡ് CX പെട്രോൾ എന്ന് പറയുന്ന മോഡല്. ഈ വാഹനം തന്നെ ഇപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലാവും. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു ലുക്കിലാണ് ഈ വാഹനം ടാറ്റ നമുക്ക് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത്. ഈ വാഹനത്തിന് ഏകദേശം ഒരു 4ഓളം വേരിയന്റുകളുണ്ട്. അതായത് പെട്രോള്, ഡീസല്, CNG, പിന്നെ അതുപോലെ EV. ഈ 4 മോഡൽസ് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വളരെ സക്സസ്ഫുൾ ആയിട്ടാണ് ഈ വാഹനം മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ഏറ്റവും കൂടുതൽ യൂണിറ്റ് വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഈ ഒരു വലിയൊരു ഹെഡ്ലൈറ്റ് ആണ്, അതായത് വലിയ വിസിബിലിറ്റി ഉള്ള, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റ് ആണ് ടാറ്റ ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. തൊട്ട് മുകളിലായിട്ടൊരു ഇൻഡിക്കേറ്റർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എബോണി ബ്ലാക്കിൽ നമുക്കൊരു ക്രോം ഫിനിഷിൽ ടാറ്റയുടെ ബാഡ്ജിങ് വരുന്നുണ്ട്. അത് ഈ വാഹനത്തെ ഒരുപാട് മനോഹരമാക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു എയ്സിന്റെ ബാഡ്ജിങ് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഗോൾഡിന്റെ ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. എന്തുകൊണ്ടും എന്താ പറയാ, വളരെ അടിപൊളിയായിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെവി ലുക്കാണ്. പക്ഷെ നമ്മൾ കുട്ടിക്കൊമ്പൻ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെവി ലുക്കും അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് തരുന്ന ഒരു വാഹനമാണ് എയ്സ് പെട്രോൾ ഗോൾഡ്. സുഹൃത്തുക്കളെ, ഈ വാഹനത്തിന്റെ വശങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും നമുക്ക് ഒരു ഐറിഷ് കളറാണ് ഈ വാഹനം വന്നിരിക്കുന്നത്. ഐറിഷ് കൂടാതെ നമുക്ക് വൈറ്റ് കളറും നമുക്ക് വിപണിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനത്തിന്റെ വശങ്ങൾ നോക്കുമ്പോഴത്തേക്കും CX എന്ന് പറഞ്ഞ ഒരു ക്രോം ഫിനിഷിൽ വരുന്ന ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ടയർ വരുന്നത്, നമുക്ക് ടയർ സൈസ് വരുന്ന ഒരു 12 ഇഞ്ച് ടയർ സൈസ് ആണ് വരുന്നത്. നമുക്ക് അകത്തെ സസ്പെൻഷൻ ഒക്കെ കാണാൻ സാധിക്കും. ലീഫ് സ്പ്രിംഗ് സസ്പെൻഷൻ ആണ് വരുന്നത്. നമുക്ക് ഡോറിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല എന്താ പറയാ, ഓൾഡ് സ്കൂൾ മോഡൽ ഡോർ പെഡലാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സെലിബ്രിറ്റി 25 ലാക്ക് എന്ന് പറഞ്ഞിട്ട് എസ് ചോട്ടാ ഹാത്തി എന്ന് പറഞ്ഞ ഒരു സ്റ്റിക്കർ വർക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചല്ലോ, ഏറ്റവും കൂടുതൽ യൂണിറ്റ് വിറ്റ് പോയിട്ടുള്ള ഒരു മോഡലാണ് ടാറ്റ എയ്സ് എന്ന് പറയുന്നത്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയൊരു ഇൻഡിക്കേഷൻ കാണാൻ സാധിക്കും. നമുക്ക് ലോഡ് ബോഡിയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം ഒരു 7.2 ലെങ്ത് ആണ് ഈ വാഹനത്തിന്റെ ലോഡ് ബോഡി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 4.9 ആണ് ഈ വാഹനത്തിന്റെ ലോഡ് ബോഡി വിഡ്ത്ത് വരുന്നത്. സുഹൃത്തുക്കളെ, അതിനുശേഷം ഈ പിറകുവശം നോക്കുമ്പോഴത്തേക്കും, ബാക്ക് സൈഡ് ടെയിൽ ഗേറ്റ് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു മനോഹരമായിട്ടുള്ള രീതിയിൽ നല്ല വിട്ടിയും ലെങ്തിയും ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ടെയിൽ ഗേറ്റ് കാണാൻ സാധിക്കും. ടെയിൽ ഗേറ്റ് യൂണിറ്റ് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ചേസെന്റ് കാണാൻ സാധിക്കും. ഒരു ക്രോസ് ബാർ വരുന്നുണ്ട്. സ്റ്റെപ്പിന് ഈ ഭാഗത്താണ് വരുന്നത്. പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു റിവേഴ്സ് ലാമ്പ് കാണാൻ സാധിക്കും. പുതിയ സ്റ്റൈലിലുള്ള ഒരു ലോക്കിംഗ് സിസ്റ്റമാണ് ലോഡ് ബോഡിയിൽ ടാറ്റ ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം എന്താ പറയാ, എല്ലാ വാഹനങ്ങളിലുള്ള പോലെ തന്നെ ടാറ്റയുടെ മോഡൽസ് വാഹനത്തിൽ വരുന്ന പോലെ തന്നെ ടാറ്റയുടെ ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. അത് വേറെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല്, ടാറ്റയുടെ എല്ലാ വാഹനങ്ങളിലും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്ന പ്രത്യേകതയാണ്, നമുക്ക് ഇഞ്ചസ് പുറത്തിട്ടാണ് അവർ ഈ പ്രോഡക്റ്റിൽ നൽകിയിരിക്കുന്നത്. നമുക്ക് എന്താ ഇഞ്ചസ് പുറത്തിട്ട് ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ലോഡ് ബോഡി എല്ലാവരും ഒരു വണ്ടി എടുക്കുമ്പോഴത്തേക്ക് ലോഡ് ബോഡിയിൽ പ്രത്യേകം ഷീറ്റും കാര്യങ്ങളൊക്കെയാണ് ചെയ്താണ് വണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അകത്ത് ഇഞ്ചസ് നമുക്ക് അകത്ത് വരുമ്പോഴത്തേക്കും ലോഡ് ബോഡിയുടെ ലെങ്ത്തും വിഡ്ത്തും ചെറിയ കുറവ് വരും. പക്ഷേ ടാറ്റ എയ്സിലായാലും ടാറ്റയുടെ ഏത് കൊമേഴ്ഷ്യൽ സെഗ്മെന്റ് വാഹനത്തിലാണെന്നുണ്ടെങ്കിലും നമുക്ക് ബോഡി കയറ്റി കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഈ ഷീറ്റ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും ആ സ്പേസ് നഷ്ടപ്പെടാത്തുള്ള രീതിയിലാണ് നമുക്ക് ഈ ഇഞ്ചസും കാര്യങ്ങളൊക്കെ പുറത്ത് ഇങ്ങനെ കൊടുത്തേക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്താ പറയാ, ഷീറ്റ് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് എന്താ പറയാ, ഈ ലെങ്ത്തിലും വിഡ്ത്തിലും കുറവ് വരരുത്. അത്യാവശ്യം പറഞ്ഞ ലോഡ് തന്നെ നമുക്ക് നല്ല രീതിയിൽ ലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പെട്രോളിന്റെ റീഫില്ലും കാര്യങ്ങളും ലിഡും കാര്യങ്ങളും കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ 12 വോൾട്ടിന്റെ ആമറോണിന്റെ ഒരു ബാറ്ററി ബാക്കപ്പ് ആണ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ECM യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഈ ഭാഗത്തും ഇതുപോലെ നേരെ അപ്പുറത്തെ വശത്ത് കണ്ട പോലെ തന്നെ ഒരു ഇൻഡിക്കേഷൻ സിഗ്നലും കാര്യങ്ങളൊക്കെ ഉണ്ട്.
ഓവറോൾ ഈ വാഹനം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ ഒരു വാഹനമാണ്. അതായത് നമുക്ക് ചെറിയൊരു നാരോ സ്പേസിൽ കൂടെ വിത്ത് ലോഡോട് കൂടി നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതായത് വീതി കുറച്ചിട്ടാണ് ഈ ഒരു വാഹനം ടാറ്റ നിർമ്മിച്ചിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് ധൈര്യമായിട്ട് ഏത് ഭാഗത്തേക്കും ഏത് ടെറൈനിലേക്കാണെന്നുണ്ടെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ലോഡും കൊണ്ട് കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പോകാൻ സാധിക്കും. അതിന് കാരണമെന്ന് വെച്ചാൽ ഈ വാഹനത്തിന്റെ ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കണ്ടോ. അതായത് നല്ല രീതിയിൽ നല്ല പൊക്കത്തിലാണ് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല രീതിയിലുണ്ട്. നല്ല പൊക്കത്തിലാണ് ചേസും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഫുൾ ലോഡോട് കൂടി ഏത് ടെറൈനിലും നമുക്ക് യാത്ര ചെയ്യാവുന്നതാണ് ഈ വാഹനവുമായി. നമുക്ക് ഈ വാഹനത്തിന്റെ അകത്തുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് ക്യാബിനും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഈ ഡോറ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ഗ്രാബ് ഹാൻഡിൽ കാണാൻ സാധിക്കും, ഒരു ഡോർ ലോക്ക് കാണാൻ സാധിക്കും, പിന്നെ ഗ്ലാസ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നതിനുള്ള ആ ഒരു പെഡൽ കാണാൻ സാധിക്കും. പിന്നെ നല്ല സ്പേഷ്യസ് ആണ്. മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന മറ്റുള്ള വാഹനങ്ങളെ അപേക്ഷിച്ച് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. നമുക്ക് ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററാണ് ടാറ്റ ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നത്. ടാറ്റയുടെ ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സ്പീഡോമീറ്റർ, ഓഡോമീറ്റർ, ഫ്യൂൽ ഗേജ്, പിന്നെ അത് ചെക്ക് എഞ്ചിൻ, ബാറ്ററി, കിലോമീറ്റർ എല്ലാം നമുക്ക് സ്പീഡ് എല്ലാം നമുക്ക് ഈ വാഹനത്തിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. നോർമൽ എന്നുള്ള രീതിയിൽ, അതായത് സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന രീതിയിലുള്ള ഒരു ടാറ്റയുടെ ബാഡ്ജിങ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു ചെറിയൊരു ലൈറ്റ് സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു 5 വോൾട്ടിന്റെ ഒരു സ്പീഡ് ചാർജർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ചെറിയൊരു ഗ്ലോ ബോക്സ് ഈ ഭാഗത്ത് ടാറ്റ ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഈ സ്വിച്ച് ആണ് നമുക്ക് ഇക്കോ മോഡ് അല്ലാതെ ഹെവി മോഡ് എന്നുള്ള രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത്. അതായത് നമുക്ക് ലോഡില്ലാതെ കാലിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഇക്കോ മോഡ് സ്വിച്ച് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂവൽ കുറച്ചേ എടുക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫ്യൂവൽ എഫിഷ്യൻസി മൈലേജും കൂടുതൽ കിട്ടും. നോർമലി തന്നെ ഈ വാഹനത്തിന് ഏകദേശം ഒരു 17 മൈലേജ് ലോഡിന്റെ വിത്ത് ലോഡോടുകൂടി 17 മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട്, അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിൽ കാണാൻ സാധിക്കുന്നത് ഒരു 5 സ്പീഡ് ട്രാൻസ്മിഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഹാൻഡ് ബ്രേക്ക് കാണാൻ സാധിക്കും. രണ്ടുപേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ വാഹനത്തിന്റെ ക്യാബിൻ ടാറ്റയെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം പേപ്പേഴ്സോ കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ ECM യൂണിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ജാക്കി അങ്ങനെയുള്ള ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടും ഒരു കൊമേഴ്ഷ്യൽ സെഗ്മെന്റിൽ ഒരു മുതൽക്കൂട്ടാണ് ടാറ്റയുടെ എയ്സ് ഗോൾഡ് CX പെട്രോൾ എന്ന് പറയുന്ന ഒരു വാഹനം. സുഹൃത്തുക്കളെ, നമ്മളുടെ ഈ ഒരു വാഹനത്തിന്റെ ടാറ്റ എയ്സ് CX പെട്രോൾ എന്ന് പറയുന്ന ഈ ഒരു വാഹനത്തിന്റെ വാറന്റി എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 3 വർഷം അല്ലെന്നുണ്ടെങ്കിൽ 72,000 കിലോമീറ്റർ. വളരെ നല്ലൊരു വാറന്റി പീരീഡ് ആണ് ഈ വാഹനത്തിൽ ടാറ്റ നൽകിയിട്ടുള്ളത്. പിന്നെ അത് കൂടാതെ തന്നെ മറ്റൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും, അതായത് എത്ര രൂപയുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം എന്നുള്ളൊരു സംശയം. ഏകദേശം സിബിൽ ഓക്കെ ആയിട്ടുള്ള ഒരു കസ്റ്റമറിന് നമുക്ക് ഒരു 50,000 രൂപയുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്കൊരു വിത്ത് ലോഡോട് കൂടി തന്നെ നമുക്കൊരു 17 മൈലേജ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മോശമല്ലാത്തൊരു മൈലേജും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ മറ്റു കൊമേഴ്ഷ്യൽ വാഹനങ്ങളെ അപേക്ഷിച്ച് നല്ല മൈലേജുമാണ് കിട്ടുന്നത്. സോ അതുകൊണ്ട് മസ്റ്റ് ബയ്യബിൾ, മസ്റ്റ് യൂസബിൾ പ്രോഡക്റ്റ് ആണ് ടാറ്റയുടെ എയ്സ് ഗോൾഡ് CX പെട്രോൾ എന്ന് പറയുന്ന ഈ ഒരു വാഹനം. സോ സുഹൃത്തുക്കളെ, അപ്പോൾ ഞാനിന്ന് സംസാരിച്ചതും നിങ്ങളെ പരിചയപ്പെടുത്തിയതും ടാറ്റയുടെ എയ്സ് ഗോൾഡ് പെട്രോൾ CX എന്ന് പറയുന്ന ഈ ഒരു അടിപൊളി ഒരു മോഡലിനെ കുറിച്ചാണ്. ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും എൻക്വയറി ചെയ്യാനും അതുപോലെ തന്നെ വാങ്ങാനും ആഗ്രഹിക്കുന്ന ജെനുവിൻ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് ചെക്ക് ചെയ്ത് കാണാൻ സാധിക്കും. സോ ഇനി അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. ദിസ് ഈസ് സുബിൻ സുലൈമാൻ സൈനിങ് ഓഫ്. ബൈ ബൈ.